പൂന്തോപ്പിലെ വർണ്ണക്കാഴ്ചകൾ. നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരിടം, പുരയിടം അഥവാ തൊടി, അല്ലെങ്കിൽ നമ്മുടെ പൂന്തോപ്പ്. ഇതൊരു സാധാരണ ഭൂമി മാത്രമല്ല, അനേകം ചെറുജീവികളുള്ള സജീവമായ ഒരു ലോകമാണ്. നമ്മുടെ പുരയിടത്തിൽ ജീവൻ നിലനിർത്തുന്ന അത്ഭുതങ്ങളെ നമുക്ക് അടുത്തറിയാം. ആകാശത്തിലെ അതിഥികൾ. നമ്മുടെ പുരയിടം അവരുടെ സംഗീതവേദിയാണ്. പ്രഭാതം പൊട്ടിവിടരുന്ന അവരുടെ സംഗീതദ്വാര കേട്ടുകൊണ്ടാണെന്ന് പറയാം. കാക്ക, തത്ത, മൈന, ഓലഞ്ഞാലി, അങ്ങാടിക്കുരുവികൾ, അങ്ങനെ ഓരോ പക്ഷികളും നമ്മുടെ പുരയിടത്തിലെ കാവൽക്കാരാണ്. ചെറുപ്രാണികളെ ഭക്ഷിച്ച് വിളകൾക്ക് സംരക്ഷണം നൽകുന്നതിലൂടെ അവ പ്രകൃതിയുടെ സ്വന്തം കീടനിയന്ത്രണ സേനയായി മാറുന്നു. പൂക്കളിൽ നിന്നും തേൻ നുകരുന്ന കുഞ്ഞു പക്ഷികൾ അവർ അറിയാതെ തന്നെ പരാഗണത്തിൽ പങ്കുചേരുന്നു. ഒരമ്മ പക്ഷി അത് മരങ്ങളുടെ പൊത്തുകളിലും മരച്ചില്ലുകളിലും കൂടൊരുക്കുന്നു. പക്ഷി കുഞ്ഞുങ്ങളുടെ വിശപ്പിനായുള്ള ആ യാത്രകൾ, ആ അമ്മ പക്ഷിയുടെ കരുതൽ നമ്മുടെ പുരയിടത്തിന്റെ ജീവതാളമാണ്. പക്ഷിക്കൂട് സംരക്ഷിക്കുന്നത് ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ കരുതൽ കൂടിയാണ്. വർണ്ണവിരുന്ന്. ചിറകുകളിൽ വർണ്ണങ്ങൾ ചാർത്തിയ ചിത്രശലഭങ്ങൾ. ഇവ നമ്മുടെ ഉദ്യാനത്തിന് ചാരുതയേകുന്നു. പൂക്കൾക്കിടയിലെ അവരുടെ നൃത്തം വെറും ഒരു കൗതുക കാഴ്ചയല്ല. ഓരോ ചിറകടിയിലും പൂമ്പൊടികൾ ഒരു പൂവിൽ നിന്നും മറ്റൊന്നിലേക്ക് സഞ്ചരിക്കുന്നു. ഇവയുടെ മനോഹര നൃത്തമാണ് പല സസ്യങ്ങൾക്കും പുതുജീവൻ നൽകുന്നത്. ഒരു ചിത്രശലഭം അതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത് അത്ഭുതകരമായ പരിവർത്തനത്തിലൂടെയാണ്. ശലഭപ്പുഴുവിൽ നിന്നും ചിറകുള്ള അതിസുന്ദരമായ ജീവിയിലേക്ക്. ഭൂമിയിലെ ഈ നർത്തകർക്ക് വേണ്ടി നമുക്കൊരു ശലഭോദ്യാനം ഒരുക്കാം. അതിലൂടെ നമ്മൾ നമ്മുടെ പുരയിടത്തിൽ ഒരു മഴവിൽ സമ്മാനിക്കുകയാണ്. നമ്മുടെ പൂന്തോട്ടം കേവലം സൗന്ദര്യത്തിനല്ല, അതിജീവനം കൂടിയാണ്. കഠിനാധ്വാനികൾ തേനീച്ചകൾ. ചിത്രശലഭങ്ങളെ പോലെ തേനീച്ചകളും പരാഗണത്തിന്റെ നട്ടലാണ്. ഒരു തേനീച്ച ആയിരക്കണക്കിന് പൂക്കൾ സന്ദർശിക്കുന്നു. നമ്മുടെ വിളകളുടെയും ഫലങ്ങളുടെയും ഭൂരിഭാഗവും ഇവയുടെ പരാഗണത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ വീട്ടുവളപ്പിൽ കാണുന്ന ചെറു തേനീച്ചകൾ പ്രത്യേകം ശ്രദ്ധേയരാണ്. അവയുടെ തേൻ ഔഷധ ഗുണമുള്ള അമൃത് പോലെയാണ്. അവയുടെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ പുരയിടം എത്രമാത്രം ആരോഗ്യകരമാണെന്ന് നോക്കൂ. കുഞ്ഞു മാലാഖമാർ. തുമ്പികൾ. തുമ്പികൾ ഒരു പക്ഷേ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഇത്തിരി കുഞ്ഞനെങ്കിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ജീവിയാണ്. ഇവയുടെ ഇഷ്ടഭോജ്യം കൊതുകുകൾ, ഈച്ചകൾ, ചെറുപ്രാണികൾ തുടങ്ങിയവയാണ്. തുമ്പികളുടെ ലാർവകൾ വെള്ളത്തിൽ വളരുന്നു. ജലാശയങ്ങളിലെ കൊതുകുകളെ നിയന്ത്രിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു. നമ്മുടെ പുരയിടം ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. നമ്മുടെ ശ്രദ്ധയും പരിഗണനയും കൊണ്ട് നമുക്ക് നമ്മുടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാം. രാസവളങ്ങൾ ഒഴിവാക്കി പൂച്ചെടികൾ നട്ടുവളർത്തി ഈ ജീവിതതാളം നിലനിർത്താൻ നമുക്കേവർക്കും സാധിക്കും.